ഒരിക്കൽ തള്ളപ്പെട്ട, ഒരിക്കൽ ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെട്ട, ഒരിക്കൽ ഹല്ലേലൂയ തള്ളപ്പെട്ട എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗം ഹി ഹാസ് മേഡ് us priests. ഹല്ലേലൂയ. നമുക്കിനി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ കഴിക്കാം. ഹല്ലേലൂയ. നമുക്കിനി കർത്താവായ യേശുവിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തോട് പ്രാർത്ഥന കഴിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി ഇടനിൽക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ എല്ലാ വിഷയങ്ങളും പറയുവാൻ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു അധികാരം തന്നു. What is Lord? You are in control of my everything. നീ എൻ്റെ ലോർഡ്ഷിപ്പ് നിനക്ക. നമ്മൾ വിളിക്കും കർത്താവേ എന്ന് വിളിച്ചിട്ട് നാം വിശ്വസിക്കത്തില്ല. കർത്താവ് ചെയ്ത് തരാൻ പറ്റും, നാം വിശ്വസിക്കത്തില്ല, നാം അത് കൽപ്പിക്കത്തില്ല. പക്ഷെ ഈ സെഞ്ചൂറിയൻ പറയാ, ലോർഡ് യു ആർ മൈ ലോർഡ്, യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഹീൽ മൈ സർവന്റ്. എന്റെ ബാലിക്കാനെ സൗഖ്യം വരുത്തുവാൻ കർത്താവേ നീ എന്റെ കർത്താവാകുന്നു, നിനക്ക് മാത്രമേ അവനെ സൗഖ്യമാക്കുവാൻ സാധിക്കത്തുള്ളൂ. Think of yourself. Is he your Lord? If he is your Lord, അവന് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും കർത്തൃത്വമുണ്ട്. നിങ്ങളുടെ എല്ലാ each and everything അവന് കർത്തൃത്വമുണ്ട്. ഇന്ന് ബാലക്കാലം നീ ലോകത്തിൽ ആശ്രയിക്കുമോ? ഇന്ന് ബാലക്കാലം നീ ലോകത്തിലാണോ ആശ്രയിക്കുന്നത്? ഇന്ന് ബാലക്കാലം നിന്റെ ഇല്ലായ്മയിലാണോ ആശ്രയിക്കുന്നത്? ഇന്ന് ബാലക്കാലം നിന്റെ സമ്പത്തിലാണോ ആശ്രയിക്കുന്നത്? മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നീ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന വിഷയത്തെ നിന്റെ മുമ്പിൽ കടന്നു വരും. അതാണ് നാം നേരത്തെ വായിച്ചത്, മാത്യു 21:5. ഹല്ലേലൂയ. സക്കറിയ 9:9. ആ രാജാവ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. If you speak from the word of God, what will happen? The angels will take that word and they will go and they will perform that miracle for you. നമ്മുടെ ജീവിതത്തിനെതിരെ വരുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ വരുന്ന, നമ്മുടെ ജോലിക്കെതിരെ വരുന്ന, നമ്മുടെ ബിസിനസ്സിനെതിരെ വരുന്ന ഹല്ലേലൂയ സ്തോത്രം എല്ലാ സ്റ്റോംസിനെ നോക്കി, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആത്മീയ ഉയർച്ചയ്ക്കെതിരെ വരുന്ന എല്ലാ സ്റ്റോംസിനെ നോക്കി നീ പറയണം, കാറ്റേ ശാന്തമാകാ, കടലേ ശാന്തമാകാ. Because Matthew chapter 8:26 says, കർത്താവ് യേശു പറഞ്ഞപ്പോൾ കാറ്റും കടലും ശാന്തമായി. അങ്ങനെയെങ്കിൽ ഞാൻ പറയുമ്പോൾ എനിക്കെതിരെ കടന്നു വരുന്ന എല്ലാ സ്റ്റോംസും, എല്ലാ കാറ്റും, എല്ലാ മഴയും, എല്ലാ സ്റ്റോംസും അത് ശാന്തമാകുക തന്നെ ചെയ്യും. Because the word of God says so. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗം ഒത്തിരി അകലെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് കേട്ട വചനവും അതാണ്. യേശു ക്രിസ്തു ഇറങ്ങി വരുന്ന ദിവസം പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് കർത്താവ് ഏത് സമയത്ത് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്നുവോ അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നിങ്ങൾ കൽപ്പിച്ചാൽ സകലതും നടക്കും. നമ്മൾ ആരാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ രാജപുരോഹിത വർഗമാണ്. നമ്മുടെ പവർ എന്തോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നടത്തുവാനായിട്ട് കഴിയും.